തലമുടിയും താടിയുമെല്ലാം വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പലപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും എല്ലാം തന്നെ തലയിൽ വട്ടത്തിന് മുടി പൊഴിഞ്ഞു പോകാറുണ്ട്. പലരും ഇത് കണ്ടിട്ട് പറയും ഇത് ഫംഗസ് രോഗബാധയാണ്, നിങ്ങൾ ഈ വെളുത്തുള്ളി അരച്ച് തേക്കുക, തുളസി ഇല അരച്ച് തേക്കുക, ഇത് മാറുമെന്നെല്ലാം പറയും. എന്നാൽ ഇത് ഫംഗസ് രോഗമോ പുറമെ ഒന്നും തേച്ചാൽ മാറുന്നതോ ആയിട്ടുള്ള രോഗമേ അല്ല. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ ആക്രമിച്ച് നശിപ്പിക്കുന്ന അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണത്. തലയിൽ ഇതിന് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും, താടിയിൽ വന്നു കഴിഞ്ഞാൽ അലോപേഷ്യ ബാർബ എന്ന് പറയും. പലർക്കും തലയിൽ ചെറിയ ചെറിയ വട്ടം പോലെ തുടങ്ങി മുടി പൊഴിയുന്നത് ക്രമേണ ഒന്നിച്ചു ചേർന്ന് വലിയ വട്ടമായിട്ടും ക്രമേണ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ, അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. താടിയിലും മീശയിലും പുരികത്തിലും എല്ലാം മുടി പൊഴിഞ്ഞ് പലപ്പോഴും ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോലും മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരീരത്തിലും പലർക്കും ഇത്തരത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഇതിന് പുറമെ പ്രത്യേകിച്ച് മരുന്ന് പുരട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹോമിയോപ്പതിയിൽ ഈ അലോപേഷ്യ ഏരിയയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ ഈ നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് ഈ പ്രതിരോധ കോശങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. പലപ്പോഴും അമിതമായിട്ട് ടെൻഷനുള്ള, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കോ, പാരമ്പര്യമായിട്ട് ഇത്തരത്തിൽ അലോപേഷ്യ ടെൻഡൻസി ഉള്ളവർക്കോ, തൈറോയിഡ് രോഗത്തിന്റെ ടെൻഡൻസി ഉള്ള, ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ളവർക്കോ എല്ലാം തന്നെ ഇത്തരത്തിൽ മുടിയെ ബാധിക്കുന്ന ഇത്തരത്തിൽ അലോപേഷ്യ ഏരിയേറ്റ വരാനുള്ള സാധ്യതയുണ്ട്. ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല ചികിത്സയുണ്ട്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ശരിയായിട്ട് ട്രീറ്റ്മെന്റ് കുറച്ച് നാൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഒഴിവാക്കാനും സാധിക്കും. ഇത് ഇന്നത്തെ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തു.